താൽക്കാലിക VC നിയമനവുമായി ഗവർണർ മുന്നോട്ട്. സിസ തോമസിനും ശിവപ്രസാദിനും വീണ്ടും നിയമനം നൽകി. രാജ്ഭവൻ വിജ്ഞാപനം പുറത്തിറക്കി. വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, താൽക്കാലിക VC നിയമനവുമായാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് രാജ്ഭവൻ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒപ്പം സാങ്കേതിക സർവകലാശാലയിൽ നിന്നും ഹൈക്കോടതി വിധിയെ തുടർന്ന് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും പുറത്തു പോകേണ്ടി വന്ന 2 VC-മാർക്കും വീണ്ടും പുനർനിയമനം നൽകിയിരിക്കുന്നു. അതും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. സർക്കാർ പാനൽ പൂർണ്ണമായും തള്ളുകയും ചെയ്തു. അതായത് ഹൈക്കോടതി വിധി, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോഴേക്കും സർക്കാരിൻ്റെ പാനലിൽ നിന്ന് താൽക്കാലിക VC-മാരെ നിയമിക്കണം എന്നൊരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. ആ ഉത്തരവ് വന്ന സമയത്ത് തന്നെയായിരുന്നു 2 VC-മാരും പുറത്തുപോയത്. തൊട്ടു പിന്നാലെ സർക്കാർ തന്നെ 3 പേരുടെ പേര് ഉൾക്കൊള്ളുന്ന 2 പാനലുകൾ, അതായത് സാങ്കേതിക സർവകലാശാലയിലേക്കും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലേക്കും നൽകിയിരുന്നു. ഈ 2 പാനലുകളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണർ പഴയ VC-മാരായ ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയിലും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. നിയമനം അടുത്ത 6 മാസത്തേക്കാണ്. ഒപ്പം സ്ഥിരം VC നിയമനത്തിലുള്ള നീക്കങ്ങളും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുമെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്നും ഒപ്പം സാങ്കേതിക സർവകലാശാലയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്ന 2 VC-മാർക്കും പുനർനിയമനം നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പുനർനിയമനം നൽകിക്കൊണ്ട് ഈ 2 VC-മാരെയും വീണ്ടും നിയമിക്കാനുള്ള നീക്കം രാജ്ഭവൻ്റെ ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നത്. 2 പേർക്കും നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർക്കാർ എങ്ങനെ നീങ്ങും എന്നുള്ളതാണ്. കാരണം നിയമപരമായി സർക്കാരിന് നീങ്ങാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സമവായത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും സർക്കാരും ഒപ്പം ഗവർണറും തമ്മിലൊരു ധാരണയിലേക്ക് എത്തിച്ചേരുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ മറ്റു ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്ന സംഘടന ഗവർണറുടെ തീരുമാനത്തിന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സംഘടനകളുണ്ട്, പ്രതിപക്ഷ സംഘടനകളുണ്ട്, സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. ഇവരാരും തന്നെ ഇതുവരെയായും ഇത്തരത്തിലൊരു ഗവർണർ നടപ്പിലാക്കിയ ഈ തീരുമാനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെയായും മുന്നോട്ട് വന്നിട്ടില്ല. ആതിര.